നമ്മൾ പലപ്പോഴും ഇന്നത്തെ തലമുറയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അവര് മാനസികമായിട്ട് തകർന്നു പോവുകയാണ് എന്ന്. മൂന്ന് കാര്യങ്ങൾ നമ്മൾ മക്കളെ പരിശീലിപ്പിച്ചാൽ മതി, നമ്മൾ പരിശീലിച്ചാൽ മതി, നമ്മൾ തകർന്നു പോവില്ല എവിടെയും. കണ്ടോ ഈ പ്രകൃതി പരിശീലിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം, പ്രാക്ടീസ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ മാത്രം. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലർക്കും അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. കൺസിസ്റ്റൻസി ഈസ് ദി കീ. സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കും. ഇവിടെ ഇലക്ഷൻ ആണെങ്കിലും ഉദിക്കും, ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉദിക്കും, യുദ്ധം ഉണ്ടെങ്കിലും ഉദിക്കും. എല്ലാം കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ പ്രകൃതിയില്. ഓരോ കാലങ്ങളും, മഞ്ഞുകാലം, വേനൽക്കാലം, അല്ല എല്ലാവരും കാത്തിരിക്കുന്ന മഴക്കാലം, ഇതെല്ലാം പ്രകൃതിയുടെ താളത്തിൽ തന്നെയാണ് വരുന്നത്. മനുഷ്യൻ കയറി ഇന്റർഫിയർ ചെയ്യാതിരുന്നാൽ. മനുഷ്യൻ അവിടെ ഒരുപാട് പ്രകൃതിയെ വേദനിപ്പിക്കുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അടുത്തത് നമുക്ക് വേണ്ടത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക. ഞാൻ എന്തിനീ ജോലി ഇപ്പോൾ ചെയ്യുന്നു, അതെനിക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ ഒരു ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എന്തിന് ചെയ്യുന്നു, അത് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്ത് നേട്ടം, എൻ്റെ കുടുംബത്തിന് എന്ത് നേട്ടം, മറ്റുള്ളവർക്ക് ഞാൻ ഇടപെടുന്ന ഇടങ്ങളിൽ അവർക്കെന്ത് നേട്ടം. ഈ 3 ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒന്നും ചെയ്യാതിരിക്കുക. ഗുണമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആരെയും വഞ്ചിക്കാതെ ഇരിക്കുക. ഇതൊക്കെ ചെയ്താൽ മതി, ജീവിതം സ്മൂത്തായിട്ടങ്ങ് പൊക്കോളും. പ്രത്യേകിച്ച് ഒരു അതിജീവന പാഠവും പഠിക്കേണ്ടതുമില്ല. പക്ഷേ എവിടെയാ തെറ്റുന്നത്? 10-25 വയസ്സായി കഴിയുമ്പോഴും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയം ബോധ്യമില്ലാതെ വരുന്ന ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കുക. അവരുടെ ജീവിതം എന്തിനാണ്, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും, അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഓരോ ദിവസവും ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, അതെന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? വെറുതെ ഒരു സന്തോഷമല്ല, ആ ജോലി ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടോ? ഇതും വളരെ പ്രധാനമാണ്. അത് ക്ലാരിറ്റിയുടെ ആദ്യത്തെ പാർട്ട് അതാണ്. അടുത്തത് കമ്മിറ്റ്മെന്റ്. ഞാൻ എന്നോട് തന്നെ കമ്മിറ്റഡ് ആവുക. ബി ട്രൂ ടു യുവർ സെൽഫ്. ഞാൻ എന്നോട് കമ്മിറ്റഡ് ആയാൽ പിന്നെ ഈ ലോകത്ത് ഇടപെടുന്ന ഓരോ വ്യക്തികളോടും ഞാൻ കമ്മിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഓർമ്മിക്കുക, നമുക്ക് 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 1, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി. 2, കൺസിസ്റ്റൻസി. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. കുട്ടികൾ പറയും, ടീച്ചർ അതൊന്നും ആവർത്തിച്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ ആവർത്തന വിരസതയാ, ബോറടിക്കുമെന്ന്. പക്ഷേ എക്സ്പേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഒരേ കാര്യം ആവർത്തിക്കുക തന്നെ വേണം. അടുത്തത് കമ്മിറ്റ്മെന്റ്. അവനവന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ, അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടല്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടത് ക്ലാരിറ്റിയോടെയും കൺസിസ്റ്റൻസിയോടെയും ഹൃദയം നിറഞ്ഞ കമ്മിറ്റ്മെന്റോടെയും ഓരോ കാര്യങ്ങളും ചെയ്യുവാനാണ്. അതിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണമെങ്കിൽ ചെറിയ ബേബി സ്റ്റെപ്പ് വെച്ച് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. ഒരു രാത്രിയില് നേരം വെളുക്കുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൊണ്ടുവരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിരന്തരം ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതുപോലെയുള്ള ആശയങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.
നാളെ മറ്റൊരു വിഷയവുമായി കാണാം. ബൈ.